ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതന്നെ അവസ്ഥ. 10:30 ഞാൻ 3:17 ഇതാണ് എന്റെ ചായ അടി കണ്ടോ നിങ്ങള്? 2 മണിക്കൂർ സമയം ചായ കുടിക്കാൻ വന്നു. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കൊച്ചി വ്ളോഗാണേ. കൊച്ചിയിലത്തെ നൈറ്റ് ലൈഫ് നമുക്ക് എങ്ങനെയാണെന്ന് നിരീക്ഷിക്കാം. എവിടം വരെ പോകുമെന്ന് എനിക്കറിയില്ല. നമ്മുടെ കൂടെ അർജുനുണ്ട്. അർജുൻ ബ്രോ. അപ്പോൾ ഗായ്സ്, ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. വീട്ടിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ ഇപ്പോൾ. അപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് നമുക്ക് അങ്ങോട്ട് പോയ ശേഷം ഇവിടെ ചെന്നിട്ട് ഇറങ്ങുന്ന അവിടുത്തെ കാണാം ഗായ്സ്. ഓക്കെ, ആരെല്ലാം വരുന്നു? എല്ലാരും വരുന്നല്ലോ. അയ്യോ, അപ്പൊ കുറച്ചാള് പോവാന്നിട്ട് തീരുമാനിച്ചിട്ട് എല്ലാരും വരുന്നെന്താ പറയുന്നത്? അല്ലടാ, ഓക്കെ ആംബിയൻസ്. ഓ ഗൈസ്, ആംബിയൻസിൽ പോവാൻ നോക്കാം നമുക്ക്. അപ്പൊ ആംബിയൻസിലും കൂടി ഇറങ്ങിയിട്ട് വരാം. എന്തായാലും ഇറങ്ങട്ടെ ഗൈസ്, എല്ലാരും വരട്ടെ. മഴ വരുന്നുണ്ട് കേട്ടോ നന്നായിട്ട്. യോ, നനഞ്ഞു പോകും മിക്കവാറും. എന്താക്കും മഴ പെയ്യുന്നു? ഒറ്റ മൈൻഡ്. ഓ ഗൈസ്, അപ്പൊ എന്തായാലും ഇറങ്ങട്ടെ. അവന്റെ കുപ്പായം വന്നിട്ട് തല്ലാക്കുന്നു. നീ പർപ്പിൾ ഇട്ടിട്ടോ? ചേലായിട്ടുണ്ട് അരച്ചു. ഇവരെ വെയിറ്റ് ചെയ്തിട്ട് പണ്ടാരടങ്ങിയിട. എത്ര സമയം അറിയോ ആക്കുന്ന? മഴ ഏകദേശം നിന്നു. എന്നാലും പാറുന്നുണ്ട് മഴ. ഇതാണ് നമ്മുടെ വീട്. വീട് നമ്മൾ അടുത്തിട്ട് മാറുന്നതാണ്. നമ്മളെ കൊട്ടാരം പോലത്തെ വീടല്ലേ. അത്തിരിപ്പിന് വിവരം വെച്ചിട്ട് അർജുൻ ഡ്രസ് മാറ്റി വന്നിരിക്കുന്നു. എല്ലാത്തിനും ഞാൻ വിളിച്ചോണ്ട് വന്നു. വലിച്ചു കൊണ്ടുവന്നു. അങ്ങനെ തിരിച്ചെത്തി. ഹായ്, ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതന്നെ അവസ്ഥ. പെട്രോളിൽ ആ സ്റ്റക്കായി പോയി. എന്നിട്ട് അവരിപ്പോ പെട്രോൾ എടുക്കാൻ പോയിട്ടുണ്ട്. ഓന്റെ വണ്ടി അവിടെ പോയാലും സ്റ്റക്ക് ആവില്ല. നിന്റെ അർജന്റ് വണ്ടിയാ ഒന്നും പറയാം. ഇപ്പൊ അവര് വണ്ടിയിൽ രണ്ടാളിൽ നിന്ന് തള്ളാൻ പറ്റില്ലല്ലോ. സോ അവര് രണ്ടാളും പെട്രോൾ എടുക്കാൻ പോയി. കടമക്കുടി പോണ്ട ഒരു പ്ലാൻ ഉണ്ട്. എല്ലാം ഇല്ലാണ്ടായി പോയി. പറഞ്ഞിട്ട് കാര്യമില്ല. നോക്കാം, എന്തെങ്കിലുമൊക്കെ ചെയ്യാം നമുക്ക്. ഓക്കെ ഗൈസ്, ഇപ്പൊ വരാം. അവര് വരട്ടെ. പൂട്ടിട്ട് ഷോപ്പ് വന്നത് ശരിക്കും പോയി ഗൈസ്. ആംബിയൻസ് പോവാന്നിട്ട് ആംബിയൻസിൽ അടച്ചു. എന്നെന്തോ പെട്ടെന്ന് അടച്ചു. പോലീസ് എന്തോ അതിട്ട് വന്നു. അടുത്ത സ്ഥലമായിട്ട് ഇവന്റെ ചോയ്സിലേക്ക് വന്നു. ഇടി അടിച്ചു. ഇനി അടുത്തത് ഇവന്റെ ചോയ്സ്. ഇനി ഓന്റെ സ്ഥലത്തേക്ക്. ഇനി ഓൻ പറഞ്ഞ സ്ഥലത്തേക്ക്. ഇനി ആടെന്താവും അറിയില്ല. ഓക്കെ, നമ്മ അങ്ങോട്ട് പോട്ടെ ഗൈസ്. ഓക്കെ, അവസാനം വൈകിട്ട് ഗൈസ് നമ്മളിവിടെ സ്റ്റക്കായി. ഇപ്പൊ അവിടെ പണിയെടുക്കുന്നോട്ട് ഞങ്ങൾ അവസാനം എത്തിക്ക് ഗൈസ്. ഇവരുടെ ഡെസ്റ്റിനേഷൻ ചാമ്പിക്ക. അവരുടെ ഡെസ്റ്റിനേഷനിൽ ഒരു ബസ്സും ഇല്ല. ഇവിടെ ഓപ്പൺ തന്നെ തല്ലാക്കുന്നത്. ഇന്നത്തെ ദിവസം വൃത്തിയിട്ട ദിവസമായി മാറിയിരിക്കുന്നു. ഇന്നത്തെ നൈറ്റ് ഔട്ട് ഗൈസ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങോട്ട് കൊടുത്ത് ഇപ്പൊ ചായ കുടിക്കാൻ എത്തി. എന്തായാലും സ്ഥലത്തിന് കാക്കനാടുള്ള മറ്റേ ഓഫർ വരുന്നതാ ഫുൾ ഓൺ കഫേ. കാക്കനാടുള്ള ഫുൾ ഓൺ കഫേയിലൊക്കെ ചായക്കോട്ട് വെയിറ്റ് ചെയ്ത് വരാം ഗൈസ്. എന്റെ ചായ അടി കണ്ടോ നിങ്ങള്? ചായ കിട്ടി ഗൈസ്. അങ്ങനെ എത്തിപ്പെട്ടില്ലേ?
എത്തി 2 മണിക്കൂർ സമയം ചായ കുടിക്കാൻ വന്നത്. ആംബിയൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മ ഫുൾ ഓൺ കഫേലെത്തി. നമ്മ പോവാൻ വിചാരിച്ചത് നിങ്ങളെ വിളിച്ചിട്ട് നമ്മ പോവാ. നിങ്ങളെ കാത്തുകാർക്ക് ഇവിടുന്ന് 3 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. ഇത് ഇവിടത്തേക്ക് 5 മിനിറ്റ് ഉണ്ട്. ചുറ്റിട്ട് പോകണമെങ്കിൽ 3.5 കിലോമീറ്റർ. സംഭവം നമ്മ എല്ലായിടത്തും വൃത്തിയായിട്ട ദിവസമായി പോയി എത്തി. ഇങ്ങോട്ട് ഇപ്പൊ ഞാൻ ഇത് കുടിച്ചേർക്കട്ടെ. ഓക്കെ, കുടിച്ചേർത്തിട്ട് വരാം. അത് ഇത് സൈലന്റ് ആയി പോയി. വൃത്തിയായിട്ട ദിവസത്തിൽ സൈലന്റ് ആയി പോയി. നിമിഷത്തിൽ ഒന്നും പറയാനില്ല, എല്ലാം ശരിയായി. ചായ കുടിച്ചിട്ട് നമ്മളിത് പിരിയലായി. നല്ല പ്ലേസ് കേട്ടോ. അടുത്ത വഴി പിടിച്ചിട്ട് ഉമ്മാനാണ്. ഗോ സ്ട്രേറ്റ് ആൻഡ് യു ടേൺ സ്ട്രേറ്റ്. കൃഷ്ണനമ്പലം റൈറ്റ് ടേൺ. ഇനി അടുത്ത തെറ്റിട്ട് അങ്ങോട്ടും കത്തട്ടെ. റൂമിലൊക്കെ സ്റ്റേഡിയം പോവാം. ഇനി നമ്മൾ സ്റ്റേഡിയം പോകുന്നതാണ്. നമ്മ അങ്ങോട്ട് പോയിട്ട് സ്റ്റേഡിയം കറങ്ങിയിട്ട് നമ്മൾ നേരെ പോവാം. ഓക്കെ, സിവിൽ തന്നെ അറിയാതെ ഇനിയും വേണ്ട. അടുത്ത അങ്ങോട്ട് പോവാം. നമ്മ വരുന്ന സമയം എല്ലായിടത്തും കറക്റ്റ് ആയോണ്ടില്ലേ, പിന്നെ നമ്മ നല്ല രീതിക്ക് തന്നെ എത്തുന്നുണ്ട്. മനുഷ്യന്മാരില്ല, മനുഷ്യന്മാരില്ല അത്യാവശ്യം. ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാം. നൈറ്റ് ഔട്ട് സീനാക്കാലോ നമുക്ക്. എന്തായി അപ്പൊ നമുക്ക് മുങ്ങിയതാണ് ബ്ലോഗറിന്റെ അടുത്ത് വന്നിട്ട് ദിവസം ശരിയില്ലാന്ന്. സോ നമുക്ക് അടുത്ത പരിപാടി നോക്കാം. ഇവിടുന്ന് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ MG റോഡ്. എല്ലാത്തിനും റെഡിയാണ് കേട്ടോ പിള്ളേർ. അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അല്ലേ രാജി, റെഡി അല്ലേ? നീ റെഡി അല്ലേ? റെഡി. നിനക്കവിടെ ഫുഡ് ഉണ്ടോ? മതി, ഓനത് മതി. ഓന് ഫുഡ് മാത്രം മതി. കടമ്പൂടി പോയിട്ട് 4 മണിക്ക് സൂര്യൻ വരും. സൂര്യൻ വരും. അപ്പൊ നിന്റെ ഡെസ്റ്റിനേഷൻ ആണ് കടമ്പക്കുടിയാ? ഒന്ന് വേണ്ട, നമ്മ MG റോഡ് പോയി. MG റോഡ് വരെ പോയിട്ട് MG റോഡ് മൂന്നാറോ? എയർപോർട്ടിലോ? അത് എവിടെ എത്തണം? നെടുമ്പാശ്ശേരി 21 കിലോമീറ്റർ ഉണ്ട്. 21 കിലോമീറ്റർ ഉണ്ട്. എന്നാ പിന്നെ അങ്കമാലി പോയാ പോരെ? കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട്. ഞാൻ പറയുന്നേക്ക് നേരെ അവിടെ പോവാ. രാവിലെ അങ്കമാലി കയറിയിട്ട് നിന്റെ ഇതെല്ലാം സോൾവ് ആക്കിട്ട് വരാം. അതിനടുക്ക് നമ്മല്ലേ അടുത്ത സ്ഥലത്ത് എത്തിയിട്ട് വരാം. MG റോഡായിട്ട് പോയിട്ട് വരാം. ഓക്കെ, നമുക്ക് കൊച്ചിയിലൊരു ഉപകാരം എന്ന് പറഞ്ഞാൽ അങ്ങനെ കാണുന്നുണ്ട്. കൊച്ചിയിലൊരു ഉപകാരം എന്ന് പറഞ്ഞാൽ എന്താ അറിയാം, മെട്രോ ഉണ്ടെങ്കിൽ നമ്മൾ മഴ നനയില്ല. മഴ വരുന്നുണ്ട്. മെട്രോന്റെ അടിയിൽ പോകുന്നതുകൊണ്ട് മഴ വരുന്നില്ല. അങ്ങനെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഗൈസ്. അപ്പൊ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുന്നു. മഴ നനയാണ്ട് മെട്രോ സ്റ്റേഷൻ, മെട്രോ പില്ലറുണ്ട്. മഴ നനഞ്ഞിട്ടാ അല്ലേ? കണ്ടില്ലേ? അവരെ വെള്ളം തെറിപ്പിച്ചാണ് ഗൈസ്, വേറൊന്നല്ല. എന്താടാ മഴ നനഞ്ഞ മെട്രോ? അപ്പൊ അടുത്ത ഡെസ്റ്റിനേഷനിൽ എത്തി. എന്തായാലും നമ്മൾ അദ്ദേഹം ഉണ്ടല്ലോ, നോക്കി അദ്ദേഹത്തെ നമ്മളെ ക്ലാസ് ഇതാണ് മാറി. എന്നാലും കുഴപ്പമില്ല, എടുക്കാൻ പറ്റിയില്ല. അപ്പോഴത്തേക്ക് ഫോൺ കേട്ടായിട്ടാ. അയ്യോ, ഒരു നല്ല സ്പോട്ടാണ് ഈ സമയത്ത് ഇടാം. അവസാനം ഇത് ഇനി റൂമിൽ പോയി. ഇനി ഞാൻ എങ്ങോട്ടും പോയില്ല. ഇനി നേരെ റൂമിലേക്കാ. നല്ലടാ, ഇനി റൂമിലേക്ക്. അതല്ല, ടവറൊക്കെ ഒരു ഫോട്ടോ എടുക്കണേ ഫസ്റ്റ്. ഇനി എന്തായാലും റൂമിലേക്കാണ്. ഇതൊക്കെ ഈ സ്പോട്ടിലുണ്ട്. കൊച്ചി, ഐ ലവ് കൊച്ചി. ഇതേതാ കഫേ? ഏതാ? ഓക്കെ ഗൈസ്, നമ്മൾ മിസ്റ്റർ ടീയിലാണ്. 24x7 ഓപ്പൺ ആണ്. എല്ലാവരും വരണം, സന്ദർശിക്കുക അല്ലേ?
ഇന്നെന്തായാലും വൃത്തിയായിട്ട ദിവസമാണ് സത്യം പറഞ്ഞാൽ. ഞാനല്ല, എല്ലാവർക്കും കൂടി കിട്ടിയതാണ് വൃത്തിയായിട്ട ദിവസം. അപ്പൊ ഇവിടുന്ന് എന്തായാലും നമ്മ ചലിക്കട്ടെ, കൊറേ സമയത്ത് ഉണ്ടെന്ന് അല്ലർജു. കറക്റ്റ് എത്ര മണിക്ക് ഇറങ്ങിയ റൂമിൽ? 10:30. 10:30 ഞാൻ സമയം എത്ര ഇപ്പൊ നോക്ക്? 3:17 ഇത്രയും സമയം തെണ്ടിക്കൊണ്ടിരുന്നതാണ് ഗൈസ്. ഇനിയിപ്പോ എന്തായാലും റൂമിലേക്ക് പോട്ടെ മഴയത്ത്. അപ്പൊ ഗൈസ് നമ്മ തിരിച്ചെത്തിച്ചിട്ട് എന്തായാലും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇനി ആടെയും പോയിട്ടില്ല. അപ്പൊ ഗൈസ് എന്തായാലും ഇന്നത്തെ ദിവസം ഒരു വൃത്തിയായിട്ട ദിവസം ആയി പോയാലും എന്നാലും കുഴപ്പമില്ല. എന്താ വെച്ചാല് കുറച്ച് എൻജോയ് ചെയ്തല്ലോ, അപ്പൊ അത് മതി. സോ ഗൈസ്, അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഞാൻ ഇവിടെ വെച്ചിട്ട് ഞാൻ വൈകിട്ട് ചെയ്യാൻ പോവാണ് ഗൈസ്. അപ്പൊ എല്ലാവരും എൻ്റെ വ്ളോഗും എൻ്റെ ചാനലും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയറും ചെയ്യുക ഗൈസ്. ഓക്കെ, അപ്പോൾ ഈ വ്ളോഗ് ഞാൻ ഇവിടെ വെച്ച് ഞാൻ മൈൻഡപ്പ് ആക്കുന്നു. ബൈ ഗൈസ്. എടാ ബൈ പറ, ബൈ പറ, ബൈ 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 ഗൈസ്.